സമകാലികത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാന്യനായ പണ്ഡിതനും പ്രഭാഷകനും വാഗ്മിയുമായ ഷിഹാബ് എടക്കരയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷിഹാബ് സലഫിയാണല്ലേ? ഷിഹാബ് സലഫി എടക്കരയാണ് ശരിക്കല്ലേ? അതെ, ഷിഹാബ് എടക്കര എന്നാണ് കാണാറുള്ളത്. എല്ലാം മൊത്തത്തിൽ ഇപ്പം അങ്ങനെ ആയി. ഷിഹാബ് എടക്കര എന്നുള്ളതിൽ സലഫി ഇല്ലാതെ ആളുകൾ സ്വീകരിക്കും. അതെ, ശരിക്ക് ഷിഹാബ് സലഫിയാണ്, പിന്നെ ഫാറൂഖിയാണ്. പക്ഷേ അങ്ങനെ നാടിൻ്റെ പേര് ചേർത്ത് അങ്ങനെ അറിഞ്ഞു എടക്കരയിലേക്ക് എല്ലാവരും അങ്ങനെയാണ് ഷിഹാബ് എടക്കര എന്നാണ്. ഷിഹാബ് സലഫി എന്ന് ചോദിച്ചാൽ അത് ആരാന്ന് ചോദിക്കുന്നിടത്തേക്കായി അത്രയും സുപരിചിതരായി പോയി ഷിഹാബ് എടക്കര എന്നുള്ളതിലേക്ക്. ശരി, താങ്കളുടെ ഒരു കാര്യങ്ങൾ, കുടുംബം, കുട്ടികൾ ഒക്കെ ഒന്ന് സൂചിപ്പിക്കാം. എനിക്ക് 9 മക്കളാണ് അൽഹംദുലില്ലാ. മൂത്ത മോളിവിടെ മൗലാന ബി ഫാമിൽ 6th സെമ്മിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ മോള് അൽഫിത്തറയിലാണ്. അങ്ങനെ 7 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമാണ്. ഒരു മോന് ഹാഫിളാണ്, അവനിപ്പോൾ SSLCക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. മൂത്ത മോൾ ഇവിടെ പഠിക്കുന്നുണ്ട്? മൂത്ത മോൾ ഇവിടെ പഠിക്കുന്നുണ്ട്, മൗലാനയിൽ പഠിക്കുന്നുണ്ട്. മൗലാന കോളേജ് ഓഫ് ഫാർമസിയിലാണല്ലേ? അതെ. അവിടെ എന്ന് പറയുമ്പോൾ ഈ ഫാം ഡി ഉണ്ട്. ബി ഫാമാണ് അതിൻ്റെ ഡിഗ്രി. എൻ്റെ ഡിപ്ലോമ ഉണ്ട് ഡി ഫാം. എൻ്റെ ബി ഫാമിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 8th സെമ്മാണ് ഉണ്ടാവുക. അതിലിപ്പോൾ 6th സെമ്മ് പൂർത്തിയായി അൽഹംദുലില്ലാ. പേരിൻ്റെ കൂടെ ഉള്ളതുപോലെ എടക്കര, സ്വദേശം എടക്കരയാണല്ലേ? ഇപ്പോൾ വരുന്നത് എടക്കര എന്നാണോ? ഞാൻ ഇന്നലെ എടക്കരന്ന് പുറപ്പെട്ടതാണ്. പാലക്കാട് നമ്മുടെ വിദ്യാർത്ഥി സമ്മേളനം, പാലക്കാട് ഏരിയ മുജാഹിദ് വിദ്യാർത്ഥി സമ്മേളനം ഉണ്ടായിരുന്നു പറളയിൽ വെച്ചിട്ട്. അപ്പോൾ അതിൽ പങ്കെടുത്ത് ഇനി നാട്ടിൽ പോയി ഇങ്ങോട്ട് തിരിച്ചു വരണ്ടല്ലോ എന്ന് വിചാരിച്ച് പോകുന്ന വഴിയിൽ ഇവിടെ ഇറങ്ങിയതാണ്. അൽഹംദുലില്ലാ. നിങ്ങൾ വളർന്നു വന്ന സാഹചര്യം എടക്കരയിൽ? എൻ്റെ ഉപ്പാക്ക് 6 മക്കളാണ്. അതിൽ 3ാമത്തെ മോനാണ് ഞാൻ. മൂത്തത് ജ്യേഷ്ഠനും ഒരു പെങ്ങളുണ്ട്. താഴെ 2 പേരുണ്ട്, താഴെ 3 പേര്. അപ്പം എൻ്റെ ഉപ്പ എടക്കരയിൽ നിന്ന് മാമാങ്കര എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, എടക്കരയിൽ നിന്ന് ഏകദേശം ഒരു 5-8 കിലോമീറ്റർ മാമാങ്കര, അവിടെ സലഫി പള്ളി ആദ്യമുണ്ട്. അവിടെ ചെന്നിട്ട് ഒരു ഖുത്ബ കേൾക്കുകയാണ്. അങ്ങനെ തൗഹീദിൻ്റെ ഖുത്ബ കേട്ടപ്പോൾ ഉപ്പ അടുത്ത ആഴ്ച വീണ്ടും മാമാങ്കരയിലേക്ക് പോവേണ്ട ആവശ്യമില്ല, പക്ഷെ അങ്ങോട്ട് പോയി ആ ഖുത്ബ വീണ്ടും കേട്ട് അങ്ങനെയാണ് ഈ ആദർശ പ്രസ്ഥാനത്തിലേക്ക് ഉപ്പ. മിക്കവാറും നമ്മളുടെ ഇപ്പോൾ ഒരു പഴമക്കാരായ ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഈ ഒരു അനുഭവം പലരും പങ്കുവെക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് പോയി, അപ്പം നിവൃത്തിയില്ലാതൊരു പള്ളിയിൽ കയറി, ജുമേൻ്റെ സമയമാണല്ലോ, അപ്പം അത് കിട്ടട്ടെ എന്നുള്ള നിലയ്ക്ക്. പക്ഷെ അവിടെ നന്നായിട്ട് നല്ലൊരു പ്രസംഗം കേട്ടു, വീണ്ടും കാരണമുണ്ടാക്കി അവിടേക്ക് പോവുകയും പ്രസംഗം കേൾക്കുകയും അങ്ങനെ അവരുടെ ഈ ഒരു ആദർശത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാരണമായിട്ട് അങ്ങനെ കാര്യങ്ങൾ പറയാറുണ്ട്. ഈ പള്ളികൾ, സലഫി പള്ളികൾ, അവിടുത്തെ ജുമാ ഖുത്ബ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 35 മിനിറ്റ്, ഇത് നമ്മുടെ കേരളത്തിലെ ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താൻ, ശിർക്കിന്ന് രക്ഷപ്പെടുത്താൻ, നമ്മുടെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഉപ്പ അത് കേട്ടു. പിന്നെ പിറ്റേ വെള്ളിയാഴ്ച അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, പക്ഷേ അത് കാരണം ഉണ്ടാക്കി പോവുകയാണ്. ചെന്ന് വീണ്ടും കേൾക്കുന്നു, മാറുന്നു. എൻ്റെ ജ്യേഷ്ഠനെയൊക്കെ അവിടുത്തെ സമസ്തയുടെ മദ്രസയിൽ നിന്ന് വെട്ടിമാറ്റി നമ്മുടെ സലഫി മദ്രസയിലേക്ക്, അവിടെ തുടക്കമാണ്, അങ്ങോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെയാണ് ഉപ്പ ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു കൂലിപ്പണിക്കാരനായ ഒരു സാധു മനുഷ്യനായിരുന്നു. അപ്പോൾ നമ്മൾ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപ്പ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെയൊക്കെ നോക്കിയത്. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഉപ്പ നമ്മളെ കഷ്ടപ്പെട്ടിട്ടാണ് കൃഷിയും കാര്യങ്ങളും ഈ പാട്ടത്തിനെടുത്തിട്ടൊക്കെ ചെയ്തിട്ടാണ് ഉപ്പ ഞങ്ങളെ വളർത്തുന്നത്. പിന്നെ എന്നോട് പഠിക്കാൻ ആവശ്യപ്പെട്ടു ഉപ്പ. ഞാൻ 6ാം ക്ലാസ്സിൽ നിന്ന് തന്നെ അവിടുന്ന് നമ്മുടെ ഫാറൂഖ് കോളേജിലൊരു അധ്യാപകൻ ഉസ്മാൻ ഫാറൂഖി എന്ന് പറയും, അദ്ദേഹം എൻ്റെ നാട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് അവിടെ MESൻ്റെ ഓർഫനേജും ഹോസ്റ്റലും സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കവിടെ പഠിക്കാം, നീ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എൻ്റെ ഒരു രക്ഷിതാവായി നിന്നുകൊണ്ട് എന്നെ അവിടെ കൊണ്ടുപോയി. ഞാൻ ഫാറൂഖ് ഹൈസ്കൂളിലാണ് 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ പുളിക്കൽ ജാമിയ സലഫിയയിലേക്ക് അറബി കോളേജിലേക്ക് വന്നു. അവിടെയാണ് ശരിക്ക് എൻ്റെ
ജീവിതത്തിൻ്റെ വഴിത്തിരിവുണ്ടാകുന്നത്. അവിടുന്ന് SLC പൂർത്തിയാക്കിയതിന് ശേഷം ഇങ്ങോട്ട് ഫാറൂഖ് ഹൈസ്കൂളിൽ നിന്ന് SSLC പൂർത്തിയാക്കിയിട്ട് പുളിക്കലേക്ക് വന്നു. പുളിക്കൽ 5 വർഷം പഠിച്ചിട്ട് പിന്നെ വീണ്ടും ഫാറൂഖ് കോളേജിലേക്ക് തന്നെ പോയി. ഫാറൂഖ് കോളേജിൽ നിന്ന് MA ഫസ്റ്റ് ഇയർ അവിടെ പൂർത്തിയാക്കി. പിന്നെ കുറേ സാഹചര്യങ്ങൾ കൊണ്ട് പിന്നെ MA ഫസ്റ്റ് ക്ലാസ് തുടങ്ങുന്ന അന്ന് ആണ് എൻ്റെ ഉപ്പ മരിക്കുന്നത്. ഉപ്പ രാവിലെ സുബൈൻ്റെ മുമ്പ് എന്നോട് പറഞ്ഞു, പിന്നെ എന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇപ്പം ഞാനും എൻ്റെ ഉമ്മയും എന്നെ ഉപ്പാനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ കൈയൊക്കെ പിടിച്ചിട്ട് ഞരമ്പൊക്കെ വളരെ തളർന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പ പറഞ്ഞ് വേണ്ട, അഡ്മിറ്റ് വേണ്ട, വീട്ടിലേക്ക് തന്നെ മടക്കണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി തന്നിട്ട് പോയിക്കോളി, കാരണം കുറച്ച് ക്ഷീണമുണ്ട്, പ്രയാസമുണ്ട്, നമ്മൾ ശരിക്കും കൊണ്ടുപോകാൻ പാടില്ല, പക്ഷെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ഉപ്പാനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നോട് എൻ്റെ ഉപ്പൻ്റെ കൈ പിടിച്ച് ഇന്ന് MA തുടങ്ങുന്ന ദിവസമാണ്, പോയിക്കോ, പഠിച്ചോ, പക്ഷെ ഇന്ന് ഹോസ്റ്റലിൽ നിൽക്കരുത്, തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരണം. പക്ഷെ എൻ്റെ ഉപ്പ മരിക്കുകയാണെന്ന് എനിക്കപ്പോൾ മനസ്സിലായില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് 8 മണിക്ക് ഇറങ്ങി ഒരു 8:30 ആകുമ്പോഴേക്ക് എൻ്റെ ഉപ്പ ആ ചെയറിലിരുന്ന് ഉമ്മയുടെ മടിയിലേക്ക് തല വെച്ച് അങ്ങനെ മരിക്കുകയാണ് ഉണ്ടായത്. അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും എൻ്റെ ഉപ്പാക്കും അതുപോലെ നമ്മുടെ ഈ ശ്രോതാക്കളിൽ പലരുടെയും രക്ഷിതാക്കൾ മരണപ്പെട്ടിട്ടുണ്ടാവും. അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. ഖബർ വിശാലമാക്കി കൊടുക്കും. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പോൾ നിങ്ങൾ ഉസ്താദ് പറഞ്ഞു, ഞാൻ ഉസ്താദ് എന്ന് വിളിക്കുന്നത് ഒരു ഔപചാരികത കൂടിയല്ല, എൻ്റെ ഉസ്താദ് കൂടിയാണ് അദ്ദേഹം. ജാമിയ സലഫിയയിൽ ഞാൻ പഠിക്കുന്ന ഏകദേശം കാലഘട്ടങ്ങളിൽ അദ്ദേഹം 1-2 വർഷങ്ങളിൽ എന്നെ പഠിപ്പിച്ചിട്ട് കൂടിയുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ അതൊരു ഒറിജിനലായിട്ട് വിളിക്കുക തന്നെയാണ്. അൽഹംദുലില്ലാ. പിന്നെ ഈ ഇവിടെ പറഞ്ഞു ഈ ഫറൂഖ് കോളേജിൽ പഠിച്ചു, അതേപോലെ തന്നെ ആദ്യം ജാമിയ സലഫിയിൽ, പിന്നെ ഫറൂഖ് കോളേജിലേക്ക് MAക്ക് മടങ്ങി എന്ന് പറഞ്ഞു. ഈ പഠനത്തിൻ്റെ ഇടയ്ക്ക് ഏത് സമയത്താണ് നമ്മുടെ ഈ തൗഹീദിലേക്ക്, ആദർശത്തിലേക്ക് എത്തിപ്പെടാനുണ്ടായൊരു സാഹചര്യം? അത് പറഞ്ഞല്ലോ, ഉപ്പ പിന്നെ മാറി. അപ്പോൾ ഞാനൊക്കെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ നമ്മളെ സ്വാഭാവികമായിട്ടും ഞാൻ സലഫി മദ്രസയിൽ തന്നെയാണ് പഠിച്ചത്. അങ്ങനെ പഠിച്ചു വന്ന് അന്ന് നമ്മൾ MSM ആണ്, ബാലവേദി MSM, അതിലൂടെ തന്നെയാണ് വളർന്നിട്ടുള്ളത്. പിന്നെ ISM ആയി. അപ്പോൾ ISMൻ്റെ മലപ്പുറം ഈസ്റ്റ് ജില്ല വൈസ് പ്രസിഡൻ്റായിട്ടും ഒക്കെ ആ സ്ഥാനത്തൊക്കെ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പെട്ടെന്നുള്ളൊരു സാഹചര്യത്തിൽ ഈ ആദർശത്തിലേക്ക് വന്നതല്ല, ഉപ്പയാണ് പെട്ടെന്ന് മാറിയത്. പിന്നെ ഉപ്പയിലൂടെ ഞങ്ങളും കാര്യങ്ങൾ പഠിച്ചു. നമുക്കത് ചെറുപ്പത്തിൽ തന്നെ പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അതാണ് ഉണ്ടായിട്ടുള്ളത്. നാട്ടിൽ നമുക്ക് പള്ളികളും കാര്യങ്ങളൊക്കെ ആയി. അൽഹംദുലില്ലാ. നമുക്കിപ്പോൾ നാട്ടിൽ നമ്മുടെ മഹലിൽ തന്നെ നമ്മുടെ കരുന്നച്ചി എടക്കര മണ്ഡലത്തിലെ കരുന്നച്ചിയിലാണ് എൻ്റെ വീട്. കരുന്നച്ചിയിൽ നമുക്ക് പള്ളിയുണ്ട്, മുമ്പേ ഉണ്ട്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കെ ഓടിട്ട പള്ളിയായിരുന്നു. ആ പള്ളി പൊളിച്ച് പിന്നെ വർഷങ്ങളായിട്ട് ഇപ്പം നിലവിലുള്ള പള്ളിയാണ് ഉള്ളത്. സൗകര്യങ്ങളൊക്കെ ഉള്ള പള്ളിയും എല്ലാം ഉണ്ട്. 130 കുടുംബങ്ങൾ അവിടെ ഈ ആദർശ രംഗത്ത് പ്രവർത്തിക്കുന്ന കുടുംബങ്ങളുണ്ട്. തീർച്ചയായും. ഇപ്പോൾ ഈ ആദർശം കിട്ടി എന്നതിനപ്പുറം ഈ ആദർശം പ്രബോധനം ചെയ്യുന്നിടത്തൊരു കൃത്യമായൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സാറിന് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഉറപ്പിക്കാൻ കഴിയുന്നത്. അതിൽ ഈ ഒരു പ്രബോധന രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളുടെ ഒരു പ്രഭാഷണ രംഗത്തെ പരിചയം മുൻനിർത്തി നമുക്ക് ശ്രോതാക്കൾക്ക് നൽകാനുള്ള അനുഭവങ്ങളും, അതായത് നമ്മുടെ ഈ സംസ്ഥാനത്തും പുറത്തുമൊക്കെ അല്ലേ, നമ്മുടെ ഒരു ദായിയായിട്ട്, ഒരു പ്രബോധകനായിട്ട് നമ്മുടെ ഈ ഒരു ആദർശത്തെ മുന്നോട്ട് വെക്കാൻ വേണ്ടി നടത്തിയ ഈ ഒരു പരിശ്രമത്തിൽ നമുക്ക് പ്രേക്ഷകർക്ക് പിന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഈ രംഗത്തെ ഓർമ്മകൾ, അനുഭവങ്ങൾ. അതിൽ ഞാൻ പഠനം ഏകദേശം പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ പിന്നെ നേരെ UAE ദായിയായിട്ട് പോയി. അവിടെ ദേര ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിലെ ദായിയായിട്ട് വർക്ക് ചെയ്തു. UAE അൽക്കൂസിൽ അൽമനാർ ഖുർആൻ സ്റ്റഡി സെൻറ്ററിലെ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ വിസ എനിക്കായിരിക്കും എന്നാണ് തോന്നുന്നത്. അവിടെ മദ്രസ അധ്യാപകനായിട്ടും ദേര ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിലെ ദായിയായിട്ടും ഏകദേശം ആഴ്ചയിലൊരു 20ഓളം ക്ലാസ്സുകൾ ആഴ്ചയിലുണ്ടായിരുന്നു. ഒരാഴ്ചയിൽ. കാരണം പള്ളികളിലുണ്ടാവും. അവിടെ ദേര ദൽമു പിന്നെ ദൽമുഖ് മസ്ജിദിൽ, അതുപോലെ തന്നെ ഫുത്തൈ മസ്ജിദിൽ, അങ്ങനെ പിന്നെ ഇഷ്ടിക പള്ളി എന്ന് പറയും, കണ്ണാടി പള്ളി എന്ന് പറയും, അങ്ങനെയൊക്കെയാണ് അവിടെ ആളുകൾ അറിയപ്പെടുക. ആ പള്ളികളിലൊക്കെ നമ്മുടെ പ്രവർത്തകന്മാർ, കൊച്ചു പ്രവർത്തകന്മാർ ഒരു കൂട്ടം ഇങ്ങനെ ബോക്സുമായി, ചെറിയൊരു ബോക്സായിട്ട് പള്ളിയിലേക്ക് ഇഷായിന് പോകുന്നു. ഇഷ കഴിഞ്ഞിട്ട് മലയാളികളാരും പോകരുത്, ക്ലാസ് ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരു
ആത്മാർത്ഥമായൊരു ടീം. ഇത് വല്ലാത്തൊരു അനുഭവമായിരിക്കില്ലേ? ബോക്സ് ഒക്കെ നമ്മളൊരു മൈക്ക് കിട്ടി, സ്റ്റേജ് കിട്ടി, അതൊന്നും ഇല്ലാത്തൊരു ഒന്നുമില്ല. അതെ അതെ എന്നിട്ട് പള്ളിയുടെ കോർണറിലിരുന്ന് അതെ. ചിലപ്പോൾ 20 ആൾ, പിന്നെ 30, 40, 50 അങ്ങനെ ആൾ കൂടി വന്നു. അൽഹംദുലില്ലാ. അത് കഴിഞ്ഞ് പിന്നെ നാട്ടിലേക്ക് തന്നെ മടങ്ങി. പിന്നെ എനിക്ക് ഏറ്റവും ഒരു മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു ഓർമ്മ, ഞാൻ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ, അവിടെ സ്റ്റുവർട്ട് ഗഞ്ച് എന്ന് പറയുന്ന സ്ഥലം, വിംബർലി ഗഞ്ച്, മണ്ണാർക്കാട്, ഇതൊക്കെ ഇവിടുത്തെ സ്ഥലങ്ങളാണ്. ഇവിടുത്തെ മണ്ണാർക്കാട് പോലെ അവിടെ മണ്ണാർക്കാട്. ഇവിടുന്ന് മണ്ണാർക്കാട് നിന്നൊക്കെ ആളുകളെ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയിട്ട് അവിടെ ഉപേക്ഷിച്ച്, അപ്പോൾ അവർ ഒരു കൂട്ടായ്മയായി അവർ അവരുടെ നാടിൻ്റെ പേരിട്ട്. വണ്ടൂരുണ്ട്. പത്തപ്പിരി ഉണ്ടോ? പത്തപ്പിരിയത്ത് നിന്ന് ആളുകളുണ്ട്, പക്ഷെ പേരവിടെ വരികയില്ല. സമാനായിട്ടുള്ള പേരുകൾ വേറെ ഏതൊക്കെയാണ് അവിടെ ഉള്ളത്? പിന്നെ വണ്ടൂരുണ്ട്, മണ്ണാർക്കാട്, പിന്നെ കാലിക്കറ്റ്, പിന്നെ എടത്തനാട്ടുകര പേരിട്ടിട്ടില്ലെങ്കിലും എടത്തനാട്ടുകരയിലെ കുറേ ആളുകൾ അവിടെ ഉണ്ട്. നല്ല മനുഷ്യരാണ്. അപ്പോൾ അവിടെ ഒരു 5-8 തവണ അൽഹംദുലില്ലാ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പോകാൻ പറ്റിയിട്ടുണ്ട്. ഗണ്ഡനമായിട്ട് തന്നെ. ഇപ്പം ഈ അടുത്ത് ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? അതിപ്പോൾ അടുത്ത് നമ്മൾ ഇവിടുത്തെ ദ്വീപിലാണ്. ശരി. ഇവിടുത്തെ ദ്വീപിലാണ് ഉണ്ടായത്. ആൻഡമാനിൽ ചെന്നപ്പോൾ ഉണ്ടായ ലാസ്റ്റ് അനുഭവം എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ നിന്ന് ചില ഉസ്താദുമാർ, അവിടുത്തെ ആളുകളൊക്കെ നിഷ്കളങ്കരായ അവിടെയുള്ള പണ്ഡിതന്മാരൊക്കെ കാര്യങ്ങൾ കേട്ട് പഠിക്കണം, മനസ്സിലാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. നാട്ടിൽ നിന്ന് ചില ആളുകൾ അങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എറിഞ്ഞ് പ്രശ്നങ്ങളാക്കി അവിടുത്തെ ചില ആളുകൾക്ക് പരിക്കേറ്റ്. അപ്പം എനിക്ക് അത്ഭുതം തോന്നിയത് എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ നമ്മൾ 5 പേരെയും അവർ 5 പേരെയും ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയ ഒരു ചർച്ച. ആ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ അവർ പറയുന്നത്, ഇവരിവിടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ പ്രസംഗിച്ചോട്ടെ, പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറയാൻ പാടില്ല എന്ന്. പ്രസംഗത്തിൽ അത് പറയാൻ പാടില്ല. അള്ളാഹ് എന്ന് പറയാൻ പാടില്ല, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ പാടില്ല. ഇവർ മുസ്ലിങ്ങളിൽ നിന്ന് പുറത്താണ്, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണ്. അപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്, ഞാനൊരു ബോംബെയിലും ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്ത ഒരു അമുസ്ലിമായ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനും പറയും അള്ളാന്ന്, ഞാൻ മുഹമ്മദ് നബി എന്ന് പറയും, പ്രൊഫറ്റ് മുഹമ്മദ് എന്ന് ഞാൻ പറഞ്ഞാൽ എന്താ, അപ്പം ജനാധിപത്യത്തിന് എന്ത് വിലയുള്ളത് എന്ന് പറഞ്ഞിട്ട് അവരെ തിരുത്തി കൊടുക്കുന്നൊരു രംഗം. പിന്നെ എന്നെ വീട്ടു തടങ്കലാക്കിയിരുന്നു. ഇവിടുന്ന് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ്. അദ്ദേഹം അവിടുത്തെ ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ആളെ ബന്ധപ്പെട്ട് അവിടുത്തെ പട്ടാളം ഇടപെട്ടിട്ടൊക്കെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നൊരു രംഗം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. എത്ര വർഷം മുമ്പാണ്? ഏകദേശം കൊറോണക്കും ഒരു 3 വർഷം മുമ്പാണ്. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന അതിൻ്റെ മുമ്പായിരിക്കും. ഇപ്പം ഈ അടുത്ത് പോയതുമായി ബന്ധപ്പെട്ടൊരു അനുഭവം കഴിഞ്ഞ മാസങ്ങളിൽ പോയപ്പോണ്ടായ, അത് ലക്ഷദ്വീപിലാണ് പോയത്. ലക്ഷദ്വീപിൽ കിൽത്താൻ എന്ന ദ്വീപുണ്ട്. കിൽത്താൻ, അവിടെ പിന്നെ ആന്ത്രോത്ത് ദ്വീപുണ്ട്, അമ്മിനി ദ്വീപുണ്ട്, അതുപോലെ കവരത്തിയുണ്ട്, ഫ്ലൈറ്റൊക്കെ ഇറങ്ങുന്ന അഗത്തി ദ്വീപുണ്ട്, കടമത്ത് ദ്വീപുണ്ട്. ഈ കിൽത്താൻ എന്ന് പറഞ്ഞ ദ്വീപിൽ ഏകദേശം 3000-3200 ആളുകളാണ് ആ ദ്വീപിൽ ഉള്ളത്. അപ്പോൾ എന്നെ നിഅമത്തുള്ള എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ദ്വീപിലേക്ക് പ്രസംഗിക്കാൻ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ നിങ്ങൾ ഒന്ന് ദ്വീപിലേക്ക് വരണം. ഇവിടെ അങ്ങനെ നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെയും അല്ലെങ്കിൽ വിസ്ഡത്തിൻ്റെയോ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒന്നും പ്രസംഗം വല്ലാതെ നടന്നിട്ടില്ല. എപ്പോഴോ ഒരു യാത്രയിൽ ചുഴലി അബ്ദുള്ള മൗലവി അവിടെ കയറിയൊന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, അല്ലാതെ ഒരു പ്രസംഗം ഔദ്യോഗികമായി അവിടെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരാം. ചെന്നു. അപ്പോൾ ഈ നിഅമത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമാണ് സത്യത്തിൽ അവിടെ ഉള്ളത്, വേറെ ദ്വീപിൽ നിന്ന് വന്ന ഒരാൾ, ഉക്കാശ എന്ന് പറയും. അപ്പോൾ പ്രസംഗിക്കാൻ തുടങ്ങി. 2 ദിവസത്തെ പ്രസംഗമാണ്. ഇവർ രണ്ടുപേരും മാത്രമാണ് സംഘാടകരായിട്ടുള്ളത്. പിന്നെ ദൂരൊക്കെ നിന്ന് കേൾക്കുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ എൻ്റെ പ്രത്യക്ഷത്തിൽ നമ്മളെ കൂടെ നിൽക്കാനും ഇതിനൊക്കെ ഇവർ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ആദ്യത്തെ ദിവസം അങ്ങനെ പ്രസംഗിച്ചു. ചുറ്റും കടലാണല്ലോ, ചെറിയ ദ്വീപാണ്, ഒരു 2.5 കിലോമീറ്റർ നീളവും, ചില സ്ഥലത്ത് മാത്രം 1.5 കിലോമീറ്റർ വീതിയും, ചില സ്ഥലത്ത് 1/2 കിലോമീറ്റർ വീതിയൊക്കെ ഉള്ളൊരു ചെറിയ ദ്വീപാണ്. അപ്പോൾ ഞാനവിടെ നിന്ന് പ്രസംഗിച്ചു. ആളുകളൊന്നും കാണാനില്ല, അങ്ങനെ നിന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസത്തെ പ്രസംഗം കഴിഞ്ഞിട്ട് ചോദിച്ചു, ഇത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? അത് ചെറിയ ദ്വീപല്ല, എല്ലാവരും കേൾക്കും. 2ാമത്തെ ദിവസം ഞാൻ പ്രസംഗിച്ചിട്ട് ഞാൻ പറഞ്ഞു, നാളെ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരാം, നിങ്ങൾക്ക് ചോദിക്കാം, നമുക്കൊരു സൗഹൃദ സംസാരമാകാം എന്ന് പറഞ്ഞു. പ്രഭാഷണത്തിൽ പറഞ്ഞു. അങ്ങനെ ഒരു 10-15 പേര് അങ്ങനെ താമസിക്കുന്ന റൂമിലേക്ക് വന്നു. അവർ സംസാരിച്ചു, സൗഹൃദമായി. ഞാൻ നാട്ടിലേക്ക് മടങ്ങി. 2-3 മാസം, കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ വിളിച്ചു, ഒന്നുകൂടി വരണം, നമുക്ക് പള്ളിക്ക് തറക്കല്ലിടണം. അങ്ങനെ പോയി. 2ാമത് പോയി.
അൽഹംദുലില്ലാ വീണ്ടും ഒരു പ്രസംഗമൊക്കെ നടത്തി പള്ളിക്ക് കുറ്റിയടിച്ചു, തറക്കല്ലിട്ടു, തിരിച്ചു പോന്നു. ഇപ്പോൾ നമ്മൾ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച പിന്നെ PN അബ്ദുൽ ലത്തീഫ് മദനി ആ പള്ളി ഉദ്ഘാടനം ചെയ്ത ആദ്യത്തെ ഔദ്യോഗികമായ ഖുത്ബ നിർവഹിച്ചു. ഹുസൈൻ സലഫി, പിന്നെ അതുപോലെ തന്നെ ഷാഫി സബാഹി, അതുപോലെ സുബൈർ സലഫി, സഫ്വാൻ ബറാമി, ഞാനും അടക്കമുള്ളൊരു ടീം, പിന്നെ ദ്വീപിൽ തന്നെ ഫളുൽ അക്കുമരി, ഒരു ടീം അവിടെ 3 ദിവസത്തെ വലിയൊരു സമ്മേളനം തന്നെ നടത്തി. അൽഹംദുലില്ലാ ഇപ്പോൾ ധാരാളം ആളുകൾ കേൾക്കാനുണ്ടായിരുന്നു. ഇപ്പം നമുക്കവിടെ പ്രവർത്തകന്മാരായിട്ട് തന്നെ 20-ലധികം ആളുകൾ ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അൽഹംദുലില്ലാ. തീർച്ചയായും നമ്മളും ആ പ്രോഗ്രാം കണ്ടിരുന്നു യൂട്യൂബിലൂടെ. വളരെ നല്ല പ്രോഗ്രാം ആയിരുന്നു, മാഷാ അല്ലാഹ്. അപ്പോൾ അത് ആദ്യം ആ തുടക്കത്തിലെ അനുഭവവും പിന്നീട് അത് മാറി വന്നതും പടച്ചവൻ്റെ തൗഫീഖിനാൽ അള്ളാഹുവിൻ്റെ ഖദറിനാൽ സംഭവിച്ച ആ മാറ്റമൊക്കെ അതിനൊരു നിമിത്തമായി എന്നുള്ളത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിൽ വേറെ നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു അനുബന്ധ ചോദ്യം. ഇപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ ചെന്നു, അപ്പോൾ അള്ളാഹു റസൂൽ എന്നൊന്നും പറയരുത്. അപ്പോൾ ഇത് ഒരു പിന്നെ നമ്മളൊന്ന് മുഖവിലൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഒരു പിന്നിൽ നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ എന്താണ് അവരെ ഇത്തരത്തിൽ, ചിലപ്പോൾ അതിൻ്റെ നേതൃത്വത്തിന് ചിലപ്പോൾ അത് ബോധമുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ പിന്നിൽ നിൽക്കുന്ന അനുയായികൾക്ക് ചിലപ്പോൾ അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്താണ് ഇത്തരത്തിലുള്ള ഒരു സംസാരത്തിന് അവർ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ നമ്മളെ കേട്ട് പരിചയമില്ലാത്ത, ഇപ്പോൾ ഈ കേരളം എന്ന് പറയുന്ന വലിയൊരു ഈ പ്രദേശത്തു തന്നെ, ഇത് സ്റ്റേറ്റ് നോക്കുമ്പോൾ ചെറുതാണെങ്കിലും ധാരാളം പ്രവർത്തകന്മാരുള്ള നാട്. ദ്വീപ് എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളെക്കുറിച്ച് അറിയില്ല. അവർ ഉസ്താദുമാരായ പണ്ഡിതന്മാരായ ആളുകളിൽ നിന്ന് കേൾക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധാരണ മനുഷ്യനാക്കുന്ന ആളുകളാണ് ഇവർ. അമ്പിയാക്കന്മാരെ ഔലിയാക്കന്മാരോട് ബഹുമാനമില്ലാത്ത ആളുകളാണ്. പിന്നെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരിച്ചാൽ യാതൊരു ദിക്റോ പ്രാർത്ഥനയോ ഒന്നുമില്ലാതെ ഒരു മൃഗം ചത്തുപോയതുപോലെ കുടിച്ചിടുന്ന ആളുകളാണ്. ഇങ്ങനെ മൊത്തത്തിൽ ഇസ്ലാമിനെ പൂർണ്ണമായി എതിർക്കുകയും മാറ്റി നിർത്തുകയും ചെയ്തിട്ട് ഒരു പുതിയ ജീവിത രീതി കണ്ടെത്തിയ പുത്തൻവാദികളായിട്ടാണ് ഈ സാധാരണക്കാരായ ആളുകളുടെ മുന്നിൽ ഈ പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ദീനിനെ എതിർക്കുന്നവർ, സ്വലാത്തിനെ എതിർക്കുന്നവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നിങ്ങൾ അള്ളയും റസൂലും എന്ന് പറയാൻ പാടില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാൻ പാടില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും പറഞ്ഞോളി, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള ഈ ഒരു തെറ്റിദ്ധാരണയാണ് അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ അതിനോട് ഒരു കൂട്ടി ചോദിക്കാനുള്ളൊരു സംഗതി, ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഭൂരിഭാഗം, ഇപ്പോൾ ലക്ഷദ്വീപിൻ്റെ ഒരു അനുഭവം പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അതാണല്ലോ ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്ന ആളുകളോട്, ഇപ്പോൾ ഇതറിയുന്ന ആളുകൾ എന്നല്ല, ഇപ്പോൾ ഒരു ദായിയാണ്, ഇപ്പോൾ താങ്കളൊരു ദായിയായിട്ട് ഇത് ചെയ്യുന്നു, അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ച ആളുകളുടെ ഒരു കടമ എന്താണ്, അവരുടെ ഉത്തരവാദിത്വം എന്താണ്, അതൊന്ന് വിശദീകരിച്ച്. അതായത് നമ്മൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെയാണല്ലോ നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ അവരെത്ര നമ്മളെ പ്രകോപിതരാക്കാൻ ശ്രമിച്ചാലും നമ്മൾ വളരെ നസീഹത്തോടു കൂടി ഈ വിഷയം അവരെ കേൾപ്പിക്കുക എന്നുള്ള വേറൊരു മാർഗ്ഗം നമ്മുടെ മുമ്പിലില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു തആല ഫിർഔൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ വരെ എന്താ പറഞ്ഞത്? ഏറ്റവും മാന്യമായ വാക്ക് പറയാനാണ്. ഖൗലൻ ലയ്യീന, മാന്യമായ വാക്ക് പറയാൻ. അപ്പോൾ നമ്മളിത് കേൾപ്പിക്കുക, തെറ്റിദ്ധാരണകൾ തിരുത്തുക, നമ്മുടെ ആളുകൾ ഇതെത്താത്ത സ്ഥലങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുക, ഗുണകാംക്ഷയോടുകൂടി കാര്യങ്ങളെ വിവരിച്ചു കൊടുക്കുക. ഇത് കേൾക്കുമ്പോഴാണ് അവർക്ക് തെറ്റിദ്ധാരണകൾ മാറുന്നത്. നമ്മുടെയൊക്കെ അനുഭവങ്ങൾ, നമ്മളെ പ്രസംഗം കേൾക്കരുത്, അത് കേൾക്കാൻ പാടില്ല, പോവരുത് എന്ന് പറയുന്ന ആളുകൾ പിന്നീട് ഒരു അരമണിക്കൂർ കേൾക്കുമ്പോൾ ഇതിലിപ്പോൾ എന്താ തെറ്റ്, ഇവർ പറയുന്നത് കാര്യം തന്നെയല്ലേ എന്ന നിലക്കാണ് ആളുകൾ പിന്നെ അത് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പം നമ്മൾ ഗുണകാംക്ഷയോടുകൂടി എവിടെയാണോ നമ്മുടെ സന്ദേശം എത്താത്തത് അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്കതിൽ ചെയ്യാനുള്ളത്. തീർച്ചയായും ഈ അദ്ദീനു അന്നസിഹ ഗുണകാംക്ഷയാണ് എന്ന് ഇപ്പോൾ സാറ് പറഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രഭാഷണത്തിൻ്റെ ഇടയ്ക്കൊക്കെ താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ദുരനുഭവങ്ങൾ, ചിലപ്പോൾ കല്ലെറുകളുണ്ടാകാം, ചിലപ്പോൾ മൈക്ക് ഓഫ് ആക്കിയിട്ടുണ്ടാകാം, മറ്റെന്തെങ്കിലും ഉപദ്രവങ്ങൾ നടത്തിയിട്ടുണ്ടാകാം. അതിനൊക്കെ അപ്പുറത്ത് നമുക്കൊരു നസീഹത്തോടു കൂടിയാണ് നമ്മളിത് അവരോട് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പൊതുജനങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്കിടയിൽ കാണുന്ന ഈ ജീർണതകൾ, വിശ്വാസരാഹിത്യങ്ങൾ, ദുരാചാരങ്ങൾ, അനാചാരങ്ങൾ, അങ്ങനെ എന്തൊക്കെ നമുക്ക് ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട യഥാർത്ഥ ഫീലിംഗ് യഥാർത്ഥത്തിൽ എന്താണ്? നമുക്കിതിൽ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ സങ്കടമാണ് സത്യത്തിൽ വരുന്നത്. കാരണം ഇതവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള
വിഷമം, നമ്മളെ പിന്നെ ഇങ്ങോട്ട് എറിഞ്ഞോട്ടെ, അത് പ്രശ്നമല്ല. നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ അനുഭവങ്ങൾ. ചീഞ്ഞ കോഴിമുട്ട കൊണ്ട് ഏറിയിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കൂക്കി വിളിച്ചിട്ടുണ്ട്, ജനറേറ്റർ ഓഫാക്കിയിട്ടുണ്ട്, വണ്ടി കുറച്ച് ദൂരെ നിർത്തിയിട്ട് അതിൻ്റെ വരയിട്ടിട്ടുണ്ട്. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് സാരമല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖൗമിന് പുറത്തു കൊടുക്കണേ എന്ന് തായിഫിലെ ആളുകളോട് പറഞ്ഞത് നമുക്ക് മാതൃകയുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇവർക്കിത് എത്തിപ്പെടുന്ന ആളുകൾ ഇത്രയും സമയം നമുക്കിത് കിട്ടാതെ പോയല്ലോ എന്ന സങ്കടവും കണ്ണീരൊക്കെ നമ്മൾ കാണാറുണ്ട്. ഞങ്ങൾക്കിത് മനസ്സിലാകാതെ പോയി. നമ്മൾ തന്നെ പല സ്ഥലത്തേക്കും, നമ്മളൊക്കെ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വലിയ വലിയ പ്രഭാഷകന്മാരും നേതാക്കന്മാരും ഉണ്ട്. നമ്മളൊക്കെ ഒരു സാധാരണ എളിയ പ്രവർത്തകന്മാരാണ്. പക്ഷെ നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങളുടെ ഒരു പ്രസംഗത്തിലൂടെയാണ് എനിക്ക് മാറ്റം കിട്ടിയതെന്നൊക്കെ പറയുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇതുപോലെ ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പല മതിൽക്കെട്ടുകളും അവർക്ക് മുമ്പിലുണ്ട്. അപ്പോൾ അതിന് നമ്മളെ മനസ്സിൽ വരുന്ന ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് അവരുടെ എങ്ങനെ ഒരാളെയും കേരളത്തിലെ ഒരാളെയും വിട്ടുപോകാതെ എങ്ങനെ നമുക്ക് അവരിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും എന്ന ഒരു ഫീലിംഗാണ് സത്യത്തിലുള്ള മനസ്സിൽ ഉണ്ടാവാറുള്ളത്. തീർച്ചയായും ഇപ്പോൾ ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ ആളുകൾക്ക് അട്രാക്റ്റീവാൻ പല ഘടകങ്ങളുണ്ടാകും. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ചോദിക്കണമെന്ന് ഞാൻ പലപ്പോഴും കരുതിയതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ചോദിക്കുക കൂടിയാണ്. പലപ്പോഴും പലരോടും സംസാരിക്കുന്നതിനിടക്ക് കേട്ടിട്ടുണ്ട് ഷിഹാബ് എടക്കരയുടെ സംസാരം, അദ്ദേഹത്തിൻ്റെ ആ ശബ്ദം. നമ്മളിപ്പോൾ എത്ര വാട്സ് കുറഞ്ഞ വെക്കുകയാണെങ്കിലും ആ ഘനഗാംഭീര്യമുള്ള ഈ ശബ്ദം മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകളോ ഒക്കെ ഉണ്ടോ? പഠിച്ചോൻ്റെ ഒക്കെ ആണ്. അൽഹംദുലില്ലാ, അള്ളാഹു തന്ന 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ എനിക്ക് തോന്നുന്നത് ചില സ്ഥലങ്ങളിൽ നിൽക്കാതെ 3 മണിക്കൂറൊക്കെ സംസാരിക്കാറുണ്ട്. ശബ്ദം അങ്ങനെ പ്രശ്നമാവല്ല. ഇടയ്ക്കൊക്കെ അങ്ങനെ ഒരു ഇടർച്ച വരാറുണ്ട്. പടച്ചോൻ തന്നൊരു അനുഗ്രഹമാണ്. പക്ഷെ എന്നാലും തണുപ്പ് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ നന്നായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമാണ് ഇപ്പോൾ ഈ ഐസ്ക്രീം പോലെയുള്ളതൊക്കെ. പക്ഷേ അതുപോലെ നല്ല പിന്നെ കട്ടിയുള്ള ജ്യൂസൊക്കെ നമുക്കിഷ്ടമാണ്. പക്ഷെ പല സമയത്തും നമ്മളത് ഈ ദഅവത്തിന് ഈ ശബ്ദത്തിന് തകരാറുണ്ടാവരുതെന്ന നിലക്ക്. പിന്നെ ഉറക്കം, എനിക്ക് തോന്നുന്നത് ഉറക്കം ശരിയാവാത്ത ദിവസം നമുക്ക് സൗണ്ട് പോകുന്നത് പോലെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഉറക്കം കറക്റ്റ് ചെയ്യുക, കിട്ടുന്ന സമയം റെസ്റ്റ് എടുക്കുക. അപ്പോൾ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. അൽഹംദുലില്ലാ, റബ്ബ് തന്ന ഒരു അപാരമായ അനുഗ്രഹമായി ഇനിയും അത് അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അതിൽ ഒരു കാര്യം കൂടി ചേർത്ത് വെക്കാനുള്ളത്, ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പല സഹോദരങ്ങളും ഇത് കേൾക്കുന്നുണ്ടാകും. അപ്പോൾ അതിലിപ്പോൾ ഞാൻ ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ഒരു സംഗതി, ചിലപ്പോൾ നമ്മളെ ഈ നമ്മുടെ അടുത്ത പ്രദേശം നാട്ടുകല്ലിൽ ഇപ്പോൾ അവിടെ പൂവൊക്കെ ഇട്ടിട്ടാണ് അതിൻ്റെ ഒരു ഉറൂസോ വാർഷികമൊക്കെ ആയിട്ട് ഇപ്പോൾ അടുത്തൊരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇതേപോലെ അതൊരു തെറ്റല്ല, അല്ലെങ്കിൽ അതത്ര ഒരു ഗൗരവമാക്കേണ്ടതില്ല. എന്നാൽ അതൊക്കെ അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒട്ടേറെ ആളുകൾ നമ്മുടെ ഈ പ്രോഗ്രാമുകൾ കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ സമസ്ത സംഘടനയിൽ ആ ഒരു വിശ്വാസം പേര് ജീവിക്കുന്ന ആളുകൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ താങ്കളെപ്പോലുള്ള ആളുകൾ ഒരു പ്രബോധിത സമൂഹത്തിൽ ഇപ്പോൾ മെയിനായിട്ട് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന അങ്ങനത്തെ ആളുകളെയാണല്ലോ. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു വസിയത്ത്, അവർ ചെയ്യുന്ന ഈ ഒരു അഖീദയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പരിണിതി എന്തായിരിക്കും എന്നാണ് ഇപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളൊരു വസിയത്ത് എന്താ? ഇവിടെ നമ്മൾ കാര്യമായി അവരെ ബോധ്യപ്പെടുത്തേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ടത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുനിന്ന് വിട പറയുന്ന അന്ന് ദിവസം ഏതാകട്ടെ, ആ ദിവസം ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥനകൾ നടത്തിയത് നമുക്കൊക്കെ അറിയാം. അവിടെ ശപിച്ച ഒരു ടീമുണ്ട്. അള്ളാഹു ശപിച്ചു എന്നാണ് പറഞ്ഞത്, അല്ലാതെ ഒരു സമൂഹത്തോടുള്ള വിരോധമല്ല. അവർ ചെയ്ത ഈ ചെയ്തികൾ കണ്ടുകൊണ്ട് അള്ളാഹു തആല അവരെ ശപിച്ചു. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബേസിക്കലായിട്ട് നമ്മൾ ഇവരെ ബോധ്യപ്പെടുത്തേണ്ടത്. അവിടെ അമ്പിയാക്കന്മാരുടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. വലിയ മഹത്തുക്കളായ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ കിട്ടിയാൽ ഇവരത് ആരാധനാ സ്ഥലമാക്കി മാറ്റും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദ അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ് എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇത് നമ്മളെ ഈ ഉമ്മത്തിനറിയില്ല. ഇത് ശരിക്ക് ഉറൂസിനെതിരെയുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ ഖബറ് ഒരു ഉത്സവ പറമ്പാക്കി മാറ്റരുത് റബ്ബേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഖബറിനൊരു ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി മാറ്റരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് ഈ സമൂഹത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തണം. ഇങ്ങനെയുള്ള ഖബറ് കെട്ടിപ്പോക്കുക എന്നുള്ള ശിർക്കല്ല, ഖബറ് കെട്ടിപ്പോക്കുക എന്നുള്ള ഹറാമാണ്. ഈ ഹറാമ് ചെയ്യുന്നതിലൂടെ
പിന്നെ അവിടെ ഉണ്ടാകുന്ന ആഘോഷങ്ങളിലൂടെ ഈ കബറാളിയോട് തന്നെ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യം ചോദിച്ച് ഇവർ ഷിർക്കിലേക്കെത്തി നരകത്തിലേക്ക് എത്തുന്നൊരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ഇതിൻ്റെ ബേസ് തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തതാണ് എന്ന് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിനുള്ള മാർഗം. നമുക്കിപ്പോൾ നിലവിൽ സമകാലികം ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചില കമൻറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് വായിക്കാമെന്ന് തോന്നുകയാണ്. ഒരു ഇബ്രാഹിം അൽ നൂർ ഉള്ളാളത്ത് നിന്നാണ് അദ്ദേഹം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സമകാലികത്തിൽ ശിഹാബ് അടക്കരിയുടെ പ്രസംഗം വളരെ ഇഷ്ടമാണ്. അള്ളാഹു അവർക്കും നമ്മളെല്ലാവർക്കും ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു ഷുഹൈബ് കാരാടൻ അദ്ദേഹം പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും, ജാമിയ സലഫിയയിൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഷിഹാബ് സലഫി എടക്കര 2009. നേരത്തെ അബ്ദുള്ള സലഫി പറഞ്ഞതുപോലെ ഒരു കമന്റ് വന്നിട്ടുണ്ട്, ഷിഹാബ് എടക്കര എന്ന് കേട്ടാൽ ശബ്ദമാണ് ആദ്യം ഓർമ്മ വരുന്നത് എന്നാണ് ബിരുദ തൊച്ചിമാലുവ കമന്റ് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ഒരുപാട് കമന്റുകൾ നമുക്ക് വായിക്കാണ്ട്. റംല മാനന്തവാടി, അസ്സലാമു അലൈക്കും, ഉസ്താദിനെ പറ്റി കേട്ടപ്പോൾ എൻ്റെ ചെറുപ്പകാലം ഓർമ്മ വരുന്നു. എൻ്റെ വീട് പൂക്കാട്ടുപാടം ആണ്, വിവാഹം കഴിച്ചത് മാനന്തവാടിയിലേക്കാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ കൈപിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് ഓർമ്മ വന്നു. ഉസ്താദ് വാപ്പയെ പറ്റി പറഞ്ഞപ്പോഴുള്ള ചില അനുഭവങ്ങൾ പങ്കുവെച്ചതാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നിലവിൽ ഒരു സ്ഥാപനം ഉണ്ടല്ലേ, നടത്തുന്നുണ്ട്, തോന്നുന്നൊരു വേറിട്ടൊരു സ്ഥാപനമാണ്. ഒന്ന് പരിചയപ്പെടുത്താമോ അതിനെപ്പറ്റി? അത് എടക്കരയിലാണ്, എൻ്റെ വീടിൻ്റെ അടുത്താണ്. നമ്മളൊരു ട്രസ്റ്റാണ്, ന്യൂ ലീഫ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്. ഇതിൽ 4 സ്ഥാപനങ്ങളാണുള്ളത്. ഒന്ന് സാധാരണ ഒരു ഇംഗ്ലീഷ് മീഡിയമാണ്, പക്ഷേ അതിൽ ഒരു പീരീഡ് ഖുർആനും ഒരു പീരീഡ് മദ്രസും കൊടുക്കുന്ന ഒരു സ്കൂളാണ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ അൽഫിത്തറ ഒരു ചെറിയ സ്ഥാപനമുണ്ട്. മറ്റൊന്ന് ദാറുൽ ഖുർആൻ ഹാഫീസ് അക്കാഡമി എടക്കര. അതിൽ 40ഓളം കുട്ടികൾ അവിടെ താമസിച്ച് പഠിക്കുകയാണ്. അൽഹംദുലില്ലാ ഇപ്പോൾ ഏകദേശം 70ഓളം കുട്ടികൾ അവിടുന്ന് ഹാഫിളായി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം സ്കൂൾ വിദ്യാഭ്യാസം ഉച്ചയ്ക്ക് ശേഷമാണ്. കേരള സിലബസ് അല്ല, CBSE ആണ്. അൽഹംദുലില്ലാ ഏകദേശം 70ഓളം കുട്ടികൾ അവിടുന്ന് ഹാഫിളായി ഇറങ്ങി. അതിൽ ഒരു കുട്ടി അബ്ദുൾ റസാഖ് പാലക്കാട് സൗദിയിൽ പോയി ഈ ഖൈറുക്കും എന്ന മത്സരത്തിൽ പങ്കെടുത്ത് വേൾഡ് അടിസ്ഥാനത്തിൽ 1ാം റാങ്ക് വാങ്ങി. മാഷാ അല്ലാഹ്. എന്താ പേരാ കുട്ടിയുടെ? അബ്ദുൾ റസാഖ്. സ്ഥലം പാലക്കാട്. ഇൻഷാ അല്ലാഹ്. പിന്നെ വേൾഡ് അടിസ്ഥാനത്തിൽ അതിൽ സൗദി, അതുപോലെ തന്നെ കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ, UAE, അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ശക്തമായ മത്സരമായിരുന്നു. ആ മത്സരത്തിൽ കൊറോണയ്ക്ക് മുമ്പാണ്. അൽഹംദുലില്ലാ അബ്ദുൾ റസാഖ് 1ാം റാങ്ക് വാങ്ങി. പിന്നെ അതിൽ വേറിട്ടൊരു സ്ഥാപനം നമ്മൾ എല്ലാവരും പിന്നെ ഏറ്റെടുക്കേണ്ടതായ ഒരു സ്ഥാപനമാണ്. അതായത് ഈ ഓട്ടിസം ബാധിച്ച കുറച്ച് കുട്ടികൾ, മെൻ്റലി റിട്ടാർഡായ കുറച്ച് കുട്ടികൾ, പിന്നെ ബ്ലൈൻഡ് വിഭാഗത്തിൽപ്പെട്ട 2 കുട്ടികൾ, പിന്നെ ബുദ്ധിയുണ്ട് പക്ഷേ ശാരീരിക വൈകല്യങ്ങൾ നേരിട്ടുകൊണ്ട് സാധാരണ സ്കൂളിലേക്ക് പോകാൻ പറ്റാത്ത കുട്ടികൾ, 116ഓളം കുട്ടികളെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. 116ഓളം കുട്ടികൾ. ഇതിൽ 70-75 കുട്ടികൾ എല്ലാ ദിവസവും വരും. നമ്മൾ വാഹനങ്ങൾ പറഞ്ഞയച്ച് അവരെ വീട്ടിൽ നിന്ന് അവരെ എടുത്ത് സ്കൂളിലേക്ക് കൊണ്ടുവരലാണ്. ഡേ സ്കോളർ കുട്ടികളാണ്. ഡേ സ്കോളറാണ്. ഹോസ്റ്റൽ ഇപ്പോൾ സൗകര്യം ആയിട്ടില്ല. അവർക്ക് ഫിസിയോതെറാപ്പി ഉണ്ട്, സ്പീച്ച് തെറാപ്പി ഉണ്ട്. അതുപോലെ തന്നെ നല്ല ബുദ്ധിയും ശക്തിയൊക്കെ ഉള്ള കുട്ടികൾക്ക് ബാക്കി കാര്യങ്ങൾ പിന്നെ ദീനിപരമായി പഠിക്കാനും ഭൗതികമായി പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഫീസൊന്നുമില്ല, 100% ഫ്രീ ആയിട്ടാണ്. ട്രാൻസ്പോർട്ടേഷനും ഫുഡും പഠനവും എല്ലാം ഫ്രീ ആണ്. 10-13ഓളം സ്റ്റാഫുണ്ട്. അൽഹംദുലില്ലാ. മറ്റു ഇതര മതസ്ഥ എല്ലാ വിഭാഗത്തിലുള്ള കുട്ടികളും. അത് ഈ ഖുർആനും പിന്നെ ബുദ്ധിയുള്ള കുട്ടികൾക്ക് ഖുർആനും ഹദീസും ഇതൊക്കെ പഠിപ്പിക്കുന്നത് കൊണ്ട് കൂടുതൽ മുസ്ലിം കുട്ടികളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായി പങ്കുവെച്ചു. തീർച്ചയായും. പ്രത്യേകിച്ച് താങ്കളുടെ ചെറുപ്പം, കുടുംബം, മക്കള്, പഠനം, പിതാവിനെ പറ്റി സ്മരിച്ചു. അത് എല്ലാറ്റിനും ഉപരി പ്രബോധന മേഖലയിലെ വേറിട്ട അനുഭവങ്ങൾ, അതോടൊപ്പം സോഷ്യൽ സർവീസ് മേഖലയിൽ ഇപ്പം നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില പങ്കുകൾ, ന്യൂ ലീഫ് പോലുള്ള താങ്കളുടെ സ്ഥാപനത്തെ പറ്റിയൊക്കെ പരിചയപ്പെടുത്തി. അൽഹംദുലില്ലാ. ഏതായിരുന്നാലും നമ്മുടെ ഇന്നത്തെ സമകാലികത്തിൽ എത്താനും നമ്മളോടൊപ്പം പങ്കുചേരാനും ശ്രോതാക്കളുമായി പങ്കുവെക്കാനും ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനും സാധിച്ചു എന്നുള്ളത് ഒരു ഹൈറായി അനുഭവപ്പെടുന്നു. നമുക്ക് തൽക്കാലം സമകാലികത്തോട് ഇവിടെ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.